സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ്. ഇപ്പോൾ ആവേശത്തിനെ പറ്റിയിട്ട് ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയഗണേഷൻ നല്ലതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ, പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ, സിംഗ് സിനിമ, പിന്നെ എം ജെ അതെ 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 ഫാമിലി മാൻ 3 അത് മെയിൻ വില്ലൻ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതല്ലേ പറഞ്ഞ എനിക്ക് ചാൻസ് വെച്ചതാണ്. രാത്രി വേണ്ടല്ലേ ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം അറിയില്ലേ? അതെന്ത് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനും നീ ഒരേ കമ്പനിയില്. ഒരാള് ഭയങ്കര മിസ്സിങ്, ബേസിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ, ബേസി എന്നെ വിളിച്ചു, എന്നോട് ധ്യാൻ തണ്ടി നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ മെയിനാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇന്റർവ്യൂലേക്ക് വന്നിരുന്നു. അറ്റിക്കായിരുന്നു അല്ലേ? 100 കോടി അടിക്കും അല്ല, നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ. നമ്മുടെ സ്വന്തം രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത്. രഞ്ജേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ അശ്വത് അവിടെ ഉണ്ട്, കലേഷ് ഉണ്ട്, ഭഗത് ഉണ്ട്, ഹരി ഉണ്ട്, ശ്രീറാം ഉണ്ടായിരുന്നു, എല്ലാം പോയി തോന്നുന്നു. അപ്പോൾ നിമിഷന്റെ ആദ്യം തന്നെ പറഞ്ഞു. നമ്മുടെ ADs എല്ലാവരും ഉണ്ട് ഇവിടെ. ADs പിന്നെ വിശാഖിന്റെ സ്വന്തം ജയറാം, അഭയ്, ഷാറൂഖ്, ദൃശ്യ, ശ്രാവൺ, ധനഞ്ജയ്, നമ്മുടെ ഇപ്പോൾ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? PRO ആതിര, ഞങ്ങളെ കൊണ്ട് 52 ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര, അനൂപ്, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. രാത്രി ഞാൻ പറഞ്ഞല്ലോ, 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിൻ മറയത്തും ഉസ്താദ്. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു അല്ല, തട്ടവും ഉസ്താദുള്ള ഒരു സമയത്ത് ജൂലൈ അല്ല, പെരുന്നാൾ സമയം, അന്നത്തെ പെരുന്നാൾ അല്ല, എനിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് വിന്നറായിരുന്നു തട്ടം. അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു. പടം ഓടുന്നതല്ല, വിന്നറാവോ പറ്റൂലേ, നമ്പർ 1 വരൂ, നമ്പർ 1. ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞെങ്കിലും വിന്നർ ആക്കിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളാണ് വിന്നർ. അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ. സത്യം ടെൻഷൻ ആയിരുന്നല്ലോ. പിന്നെ നമ്പർ 1 വരും, നമ്പർ 2 ആവുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, പടം ഓടുമല്ലോ, എന്താണെങ്കിലും അതുപോലെ. ഇല്ല, എനിക്ക് വിന്നറാവണം. സെക്കൻഡ് ഹാഫ് എന്നല്ലേ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് ചെറുങ്ങനെ മോനെ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കിയതിന് താങ്ക് യു. പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജർ, ഇല്ല, രഞ്ജന 2 വാക്ക് പറഞ്ഞു. ഇത്രയും കട്ട് ചെയ്ത് അരിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് താങ്ക് യു സോ മച്ച്. പാട്ടില്ല വല്ലാത്ത അല്ല, ഒന്നുമില്ല.
ഇതിന്റെ ഇന്റർവ്യൂവിൽ എന്താ പോകാത്തത് കുറെ പേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു അതിനേക്കാൾ വലിയ എപ്പിക് പരിപാടിയായത്. പക്ഷെ രണ്ട് കാര്യം, ധ്യാൻ ഇത്ര റേഞ്ചിൽ അഭിനയിക്കുന്നത് കണ്ട് ഇങ്ങനല്ല, തിരയില് നമ്മൾ കാണാത്തൊരു ധ്യാന, ഐ മീൻ അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു. പക്ഷെ ഇതില് ഐ മീൻ എക്സീഡഡ് മൈ എക്സ്പെക്ടേഷൻസ്. അങ്ങനല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞിരാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊതുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഡ്രൈവറിന് പകരം വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നു. അതായത് പ്രശ്നം എന്താ പറയാ, നീ അഭിനയിക്കുന്നില്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ നീ ആയതുകൊണ്ട് ഷോട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു കൺസേണിന്റെ പുറത്ത് ഇനി തന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ല വലത് അതെ പോയി. പക്ഷെ പിന്നെ സെക്കൻഡ്ലി അല്ല, മെയിൻലി എനിക്ക് പറയാൻ തോന്നിയത് ഇതിൽ ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ആ ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു വലിയ കൈയ്യടി. അമൃതത്തിന് വന്നിട്ടില്ല. അപ്പം ഒരു 3-4 പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ചാളെ റെസ്റ്റ് എടുക്കുന്നല്ലായിരിക്കും. ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവന് വേണ്ട, നമുക്കൊരു പടം ഇതല്ല മെയിനായിട്ട് ക്യാമിയോ പോരാ, ഇനി എനിക്കൊരു അവസരം വേണം. അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി, പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്നും കൂടെ വേണ്ടി വരും തോന്നുന്നു. കുറച്ച് ഗ്യാപ്പായി. എല്ലാ വർഷവും കമ്പാക്ക് നടക്കില്ലോ. എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വിനീതേട്ടനെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു സീനുണ്ട്. നീരജ് ചെയ്താൽ ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അതിനുശേഷം അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ്. പക്ഷെ ആദ്യം 2-3 പേര് ഓക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു ക്യാമിയോ ആണെങ്കിലും എന്താ പറയാ, നമുക്കൊക്കെ തന്നൊരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയ ഒരു ബ്ലോക്ക് ബസ്റ്ററിന്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. സൗണ്ട് പോയി, ആ പരിപാടി നിർത്തി. ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ടേ പാട്ട് പാടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് വിനീതേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട്. വിശാഖേട്ടൻ ആദ്യം വിളിച്ചിട്ട് അശ്വത്തെ ഡേറ്റ് ഉണ്ടോന്ന് ചോദിച്ചു. അതിനുശേഷം വിനീതേട്ടൻ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിനീതേട്ടൻ ആദ്യം ചോദിച്ചത്, വിനീതേട്ടൻ ഞാൻ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ വരണം? അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞത്, ഒന്നുമില്ല അശ്വത്തെ, ഒരു 10 ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകും. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത്. ഹാപ്പിയായി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. ഇതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി. ഇല്ല, വീണ്ടും ഒരിക്കൽ കൂടി വിനീതേട്ടനാണ് നന്ദി പറയേണ്ടത്. ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കണ്ടിരുന്നു സെൽവ, പക്ഷെ ഇതിൽ വന്നപ്പോൾ സെൽവയെ പോലെയേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആയി ഇന്ദ്ര. അത് മാത്രമേ ഉള്ളൂ പറയാൻ. പക്ഷെ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനീതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ട താങ്ക് യു. ആൻഡ് അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന്, പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖേട്ടനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇതൊരു എന്താ ബേസിൽ പറഞ്ഞു വിനീത് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. வருஷம் ஆக்ட் பண்ணுறது ரொம்ப பெஸ்ட்டாக ஃபீல் பண்ணுறேன். ഞാൻ പറയാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നന്ദിയുണ്ട്. ഗിരിധരന്റെ പടത്തിൽ വീണ്ടും വരാൻ സാധിച്ചത് ദിവാങ്കരേക്കാണ്. താങ്ക് യു. തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വിനീതിന്റെ അടുത്ത് ചോദ്യം ചോദിക്കാം, ആർക്കും ആണെങ്കിൽ.
ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർ എന്ന് പറയില്ല. നമ്മുടെ സ്വയം അതെ അതെ അതിനെപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയില്ല. അത് നമ്മൾ അല്ല, സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവരൊന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ അല്ല, ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിങ്കാവും. പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും സിങ്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് പോയിക്കോളും തോന്നി. ആദ്യത്തെ ദിവസം തന്നെ അത് നടന്നു. ഞാനായിട്ടുള്ള ആകെ ഓടുന്ന ഒരു പടമാണ് വല്ലപ്പോഴും. എടാ ശ്രദ്ധിച്ചിരുന്നു.